അവരുടെ വീട്ടിൽ പശു ഉണ്ടായിരുന്നോ? അവൻ്റെ അച്ഛനും അതിന് 2 ഭാര്യമാരെ. അതൊക്കെ മുന്നിട്ട് കിട്ടി ചവളിക്കട ഇവിടെ ഉണ്ടെന്ന് കട കുട്ടി ജനിക്കുന്ന അങ്ങോട്ട് പോകാം. കൊടുക്കാൻ കൊടുക്കണം. നിങ്ങൾ പച്ചരി കൊടുക്കേണ്ട വീട്ടിൽ പച്ചരി കൊടുക്കാതെ അമ്മയുണ്ട്. ഇതൊക്കെ ചെയ്യണം പണി, അല്ലെ ഈ ശരീരം ഉറഞ്ഞു പോകൂടാ. വണ്ണം വെച്ച് ഇതൊക്കെ ചെയ്യണം പണി, ശരീരം വന്ന് തീർക്കും. ഞാനാണ് മിക്കവാറും തീറ്റ വേവിക്കുന്നത്. അച്ഛനും ഞാനുമായിട്ട് ചേരിയല്ല. അച്ഛന് ഞാൻ ചെയ്യുന്ന രീതി പിടിക്കത്തില്ല. ആക്കി വളർത്തിയവരും വളർന്നവരൊക്കെ കാണി പറയും ഞാനവിടെ എടുത്ത് വളർത്തിയത് നിങ്ങൾക്ക് ജയിച്ചായിരുന്നു. അപ്പം പൊതുവെ പിള്ളേർ രക്ഷപ്പെട്ട് കഴിയുമ്പോൾ ആൾക്കാർ വരും. കൊച്ചിനെ നോക്കിക്കൊടു വരുത്തിയില്ല വേഗത്തു. പിള്ളേർ ജോലിക്കാരായി കഴിഞ്ഞാൽ പിന്നെ ബന്ധുമിത്രാദികളുടെ ബഹളമാണ്. എൻ്റെ അനുഭവം വെച്ച് പറഞ്ഞില്ല. ഒന്നും തന്നെ കണ്ട് കഷ്ടപ്പെട്ടു കൊച്ചിലെ പുറത്തോളക്കതും പണമൊന്നും കാണുക. എൻ്റെ കൈ 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 പച്ചരി മേടിച്ചില്ലല്ലോ മോനെ? പച്ചരി മേടിച്ചില്ല നിങ്ങൾ? പച്ചരി കിട്ടിയില്ല. കിട്ടിയില്ല. അതൊക്കെ 2 കിലോ മേടിച്ചു ഒരേ പിടിയിട്ട് കഴിക്കുക. പച്ചരി ഇല്ലാതെ പാല് കുറയുന്നു. ഇവിടെ ഒരു പിടി ഇടുന്ന കണക്കില്ല. കൊടുക്കേണ്ടിരുന്നത് കൊടുക്കണം. അത് കുറയുമ്പോൾ പാലത് കുറയും. കാൽസ്യം കൊടുക്കാതെ കാൽസ്യം കൊടുത്തുകൊണ്ടിരിക്കണം. കാൽസ്യം മാറി കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ കുറച്ച് ഒരാഴ്ച 2 കഴിയുമ്പോൾ പാലൊക്കെ ബാധിക്കും. രാവിലെ ഒരു 3-4 വാദിക്കുള്ളൊന്നും കാണത്തില്ല. ഇപ്പം രാവിലെ എത്ര പാലുണ്ട് ചേട്ടാ ഇവിടെ? കൃത്യമായിട്ടൊന്നും പറയാം. നിങ്ങൾ കൃത്യമായിട്ട് തീറ്റി മീന പുട്ടി ഉണ്ടെങ്കിൽ നാളെ മറ്റേതില്ല. പച്ചരി ഉണ്ടെങ്കിൽ ഒരു മാസത്തേക്ക് പിന്നെ പച്ചരി ഇല്ല. കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. 4-10 ലിറ്റർ പാല് കിട്ടും. കിട്ടിക്കൊണ്ടിരുന്ന ആനന്ദയുടെ പൈസ എടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് ആ ആനന്ദയുടെ പൈസ അന്ന് എടുക്കേണ്ടതാണ്. അതുകൂടി പശു ഇങ്ങനെ നിന്നിട്ടുണ്ട് കൈ കഴിച്ചിട്ട്. കറന്ന് ഞാൻ ഇങ്ങനെ നിന്നിട്ടുണ്ട് കൈ കഴിച്ചിട്ട് മോശം കാണിച്ചിട്ട്. ഇതേ കിടക്കല്ലേ കണ്ടുകൊണ്ടിരുന്ന വാഴുക. ഇങ്ങനെ ആദ്യമായിട്ട് കണ്ട ജോലി ഉദാഹരണമൊക്കെ പറഞ്ഞു. പശുവിനെ എടുക്കണം. നിങ്ങൾ ആകാൻ പോകും എടുക്കാം. പശുവിനെ എടുക്കണോ? ഞാൻ അവർക്ക് 10-80-90 വയസ്സുണ്ട്. ഒരു പശുവിന് കാര്യവും അവർ പറയണോ? ആ ആനന്ദി പോലെ നമുക്ക് ഭയങ്കര ഒരു ഇരിപ്പായി. പശു ഉണ്ടായിരുന്ന സമയത്ത് അവർ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. ഈ പശു പോയി കഴിഞ്ഞാൽ എൻ്റെ അച്ഛന് ഇരിപ്പായി പോകും. പിന്നെ അതിൽ തുണിയൊക്കെ കഴിവുന്നോട്ട് പിടിച്ചിരിക്കാം. പശുവിൻ്റെ കൂടെ ഇത്ര പണിയെന്ന് പറഞ്ഞാൽ പണി തന്നെ ആയുസ് വർദ്ധിക്കും, കൂടുതൽ കിട്ടും. ഞാൻ ഈ സമയത്ത് ഓടി എത്ര കിടപ്പാണെന്ന് പറഞ്ഞ് ഓടിയിട്ടു. അതിന് കിടക്കേണ്ട ടൈമായി വാരി കൊടുക്കണം. കുറച്ചിനൊക്കെ വയ്യെങ്കിലും അതൊക്കെ ഓർഡറൊക്കെ പറഞ്ഞിരിക്കും. നാളെ രാവിലെ പോയി എനിക്ക് വലിയ സമയമാകുമ്പോൾ നമ്മൾ തട്ടിച്ചാടി ചെയ്യും.
തീരുവാണല്ലോ പാല്. ഉം? വൈകുന്നേരം തീരുവാ പാല്. ഇഷ്ടം വരുവാ. ഞങ്ങൾ മിച്ചം വരാറില്ല. വൈകുന്നേരം കൊടുക്കും, എല്ലാം പോകും. നല്ല പാലാന്ന് അറിഞ്ഞറിഞ്ഞ് വന്നിട്ടേ. ആളുകൾ വന്നത് ഇതില്ലാതെ വരുമ്പോഴാണ് പ്രശ്നം. ആളുകൾ വായിക്കുന്നതാണ് അറിയുക. പിന്നെ ചെന പിടിപ്പിച്ച് കറവ പറ്റിക്കുമ്പോഴാണ്. രാവിലത്തെ പാല് മുഴുവൻ സൊസൈറ്റിയിൽ പോകും. രാവിലെ വൈകുന്നേരം അടക്കാണ് സൊസൈറ്റി. എന്നാല് പൈസ ഒന്നുമില്ല. രാവിലെ ഒരു 15 ലിറ്റർ പാലും 21 10 25 ലിറ്റർ പാലടക്കണം. 15 മുക്കാളൊക്കെ